ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹൗസ് വയറിങ്ങിൽ ഒരു സിംഗിൾ ഫേസ് കണക്ഷനിൽ ഏറ്റവും കുറഞ്ഞത് മിനിമം ഒരു എർത്ത് അടിക്കുന്ന ഒരു പ്രൊഫഷണൽ രീതിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എർത്ത് പിറ്റ്. ഇത് ഏകദേശം നമുക്ക് 2.5 മീറ്ററാണ് നമുക്ക് എർത്തിൻ്റെ ഹൈറ്റ് ഉള്ളത്. പക്ഷേ ഇത് നമ്മളൊരു 2.80 താത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള മണ്ണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം. മണ്ണിൻ്റെ ഓരോരോ ടൈപ്പ് മണ്ണാണ്. നമ്മൾ ഇത്രയും ഈ 2.75 കുഴിച്ചപ്പോഴേക്ക് നമുക്കൊരു 4 ടൈപ്പ് മണ്ണാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ എർത്ത് കോപ്പർ നമ്മൾ മിനിമം ആണ് ഞാൻ പറയുന്നത്, മിനിമം 10 എങ്കിലും ഉപയോഗിക്കണം. പിന്നെ അതിൻ്റെ താഴേക്കാണെങ്കിൽ കുറച്ചുകൂടി സേഫാണ്. പ്ലേറ്റ് എർത്ത് ചെയ്യണമെന്നൊന്നും നമ്മൾ നിർബന്ധമായിട്ട് പറയില്ല, പക്ഷേ എർത്ത് ചെയ്യുന്നത് പ്രോപ്പറായിരിക്കണം. ഒരു 2 കോപ്പറെങ്കിലും നമ്മൾ DBന്ന് ഡയറക്റ്റ് കൊണ്ടുവരിക. പറ്റുകയാണെങ്കിൽ പുറത്ത് നല്ല ഇതുവരെ സേഫായിട്ടുള്ളൊരു എർത്ത് ബെഞ്ചൊക്കെ വെച്ചിട്ട് നന്നാക്കി ചെയ്ത് കളയുക. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കോപ്പറെങ്കിലും കൊണ്ടുവന്നിട്ട് ഈ രീതിയിൽ ഇത്തരത്തിൽ കുഴി ഇത്ര നീളം വേണം. അതല്ലാതെ നമ്മളൊരു ചെറിയ കുഴി കുത്തിയിട്ട് പൈപ്പ് നിറയ്ക്കാനാണെങ്കിൽ ഇത്രയൊന്നും വലിപ്പം വേണ്ട, വെറുതെ ഇടിച്ച് താത്തിയാൽ മതി. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടൊരു എർത്ത് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് ചിലവ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ എർത്ത് റെഡിമെയ്ഡ് എർത്തിന് തന്നെ ഏകദേശം ഒരു 6 രൂപേൻ്റെ അടുത്ത് വില വരുന്നുണ്ട്. പക്ഷേ എന്നാലും അത് മേടിച്ചാൽ തന്നെ നമ്മളതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ സോൾഡറിങ് ലെഡ് ഇതിൽ പെയിൻറ്റ് ചെയ്തിട്ട് ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ബൂട്ടൻ ഗ്യാസ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യിച്ച് നമ്മൾ പൂശുക. അതന്നെ. അപ്പോൾ പൂശുക കറക്റ്റ് ക്ലാവ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എർത്തിൻ്റെ കണ്ടക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് നമുക്ക് മണ്ണിൽ എർത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ ഒരുക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് സോഡിയത്തിൻ്റെ, അതായത് ഈർപ്പം, നമ്മൾ ഉപ്പിടും, ഞങ്ങളിതിൽ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ചിലവർ പറയും ഉപ്പ് ഇട്ടാൽ ആകെ ദ്രവിച്ചു പോവും, തുരുമ്പിച്ചിട്ട് പൈപ്പിൻ്റെ പൊടി പോലും കാണില്ല. നമ്മൾ ഇരുമ്പല്ല ഇതിൽ ഇറക്കണത്. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. ഉള്ളിത്തോടുമായിട്ടുള്ള പൈപ്പ് ഇറക്കി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ എർത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ 25, 30, 40 ലക്ഷം ഉറുപ്പ്യ, ഏറ്റവും ചുരുങ്ങിയത് ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞതാണ് ലൈഫിൻ്റെ വീട്. അതൊരു 10 ലക്ഷം ഉറുപ്പ്യാണെങ്കിൽ അതിൻ്റെ ഒരു 10% നമ്മൾ എർത്തിന് മാറ്റി വെക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇലക്ട്രീഷ്യനാണ്. ക്ലയൻറ്റിന് എങ്ങനെ 10 രൂപ അല്ലെങ്കിൽ ലാഭിക്കാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും അയാൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ കൂടി അതിന് കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എർത്തൊക്കെ ഫെയിലിയർ ആയിരിക്കും മൊത്തത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ഈ എർത്താണ്. അതല്ലാതെ നമ്മൾ കുറേ ലൈറ്റുകൾ ഇട്ട് പ്രൊഫൈലിട്ട് വെളിച്ചം കാട്ടി അങ്ങോട്ട് കളർ ലൈറ്റുകളും കുറേ ആംബിയൻസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആംബിയൻസ് അല്ല, ഞാൻ മുമ്പും പറഞ്ഞ ആംബിയൻസ് അല്ല ഇതിൻ്റെയൊക്കെ പ്രധാന ഘടകം. നമ്മളെ പ്രോപ്പറായിട്ടുള്ളൊരു എർത്ത് എങ്ങനെ ചെയ്യുന്നു അതിനെ ആശ്രയിച്ചാണ് ബാക്കി നമ്മളെ വീട്ടിലെ വയറിങ്ങിൻ്റെ എല്ലാ വർക്കിംഗ് ഉണ്ടോ, എല്ലാ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സൊക്കെ വർക്ക് ചെയ്യുക നമ്മളെ ഈ ചെയ്യുന്ന എർത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പം മാക്സിമം നല്ലൊരു എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ട് ആണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഈ ഉപ്പ് ഇടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ മണ്ണും നമ്മളെ ചെയ്യുന്ന കോപ്പർ ബോണ്ടഡ് പ്ലേറ്റും തമ്മിലുള്ളൊരു കണ്ടക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പിടുന്നത്. പിന്നെ നമ്മളിതിൽ ഇടുന്നത് കരിയാണ്. അപ്പോൾ ഈ കരി നമ്മളിതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് കരി ഇട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ കരിയിൽ നമ്മളെ വെള്ളത്തിനെ പിടിച്ച് നിർത്താനുള്ള ഒരു കഴിവ് കരിക്കുണ്ട്. അപ്പോൾ മിക്ക ഫിൽട്രേഷൻ ഇതിലൊക്കെ നമ്മൾ വാട്ടർ ഫിൽറ്ററുകളിലൊക്കെ നമ്മൾ കരി ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കരിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ആ എർത്തിൻ്റെ ആ സറൗണ്ടിങ് ഏരിയയിൽ എപ്പോഴും ഒരു ഈർപ്പം, അതായത് ഒരു ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഫുൾ ടൈം നമ്മൾ വെള്ളത്തിലാണെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു എർത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എർത്തിന് വെള്ളം പ്രധാനമാണ്, പക്ഷേ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ വെച്ച്
എർത്തിൻ്റെ വോൾട്ട് എത്രയാണെന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ എർത്തിന് എത്ര കണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ. അപ്പോൾ ഞാൻ മുമ്പ് ഇൻസുലേഷൻ ടെസ്റ്റർ എന്ന് പറഞ്ഞിരുന്നു, അതല്ല, എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ബെൻഡോണേറ്റ് ആണ്. അപ്പോൾ ഈ ബെൻഡോണേറ്റ് മണ്ണുമായിട്ട് നമ്മൾ സിമെൻറ്റും മണലും മിക്സ് ചെയ്യുന്ന മാതിരി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് പിറ്റിലേക്ക് തട്ടുകയാണ്. അപ്പോൾ പിറ്റിലേക്ക് തട്ടി കഴിഞ്ഞാൽ പിറ്റ് നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. അതിന് ശേഷം നമ്മൾ കട്ട വെച്ച് കെട്ടിയിട്ട് ഒരു ചാമ്പർ ഇട്ട് അത് ഒരു 1-2 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു റീഡിങ് എടുക്കാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു റീഡിങ് കിട്ടില്ല. അപ്പോൾ ഇത് എർത്ത് ഇങ്ങനെയാണ് ഒരു എർത്ത് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊരു ബോധവൽക്കരണം മാത്രമാണ്. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു എർത്ത് ചെയ്യുന്നത് നമ്മളെ പുതിയ, അതായത് ഇതിലേക്ക് പഠിച്ചു വരുന്ന പുതിയ ആളുകളുണ്ടാവും. അതല്ലാതെ ഇതുമായിട്ട് എർത്ത് വലിയ വലിയ എർത്തുകൾ ചെയ്യുന്ന ആളുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ പറഞ്ഞ നമ്മളെ ലെഡ് പൂശലും പിന്നെ സ്ട്രിപ്പ് ചെയ്യലൊക്കെ. സ്ട്രിപ്പ് ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധിക്കുന്നില്ല, കോപ്പർ കമ്പിയായാലും മതി, കോപ്പർ പ്ലേറ്റും വേണമെന്നില്ല. പക്ഷേ ഇരുമ്പിൻ്റെ പൈപ്പാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം B ക്ലാസ് അല്ലെങ്കിൽ C ക്ലാസ് പൈപ്പ് എടുക്കുക. അതിൻ്റെ ഗേജ് തിക്നെസ് നോക്കുക, 1.5 ഇഞ്ച് പൈപ്പ് എടുക്കുക. പിന്നെ 90 മൈക്രോണിൻ്റെ ഗാൽവൻ കോട്ടിംഗ് ഉണ്ടോയെന്നൊക്കെ ഉറപ്പ് വരുത്തണം. അതിനൊക്കെ കുറേ പ്രൊസീജിയർ ഉണ്ട്. നമുക്ക് ഒരു ദിവസം പറഞ്ഞാൽ തീരാത്ത അത്രയും എർത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇത്ര ഏറ്റവും കുറഞ്ഞത് ഇതെങ്കിലും നമ്മൾ ചെയ്യുക. നമ്മൾ എർത്തിൽ ഇവ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ എർത്ത് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ടെസ്റ്റും കൂടി ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ആ എർത്തിൻ്റെ റീഡിങ് എന്തായാലും നമ്മൾ കാണിക്കും. ആ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ വെച്ചിട്ട് നമുക്ക് എത്രയാണ് ഇതിൽ കിട്ടിയ റീഡിംഗ് എന്ന് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇനോഗ്രേഷൻ അടുപ്പിച്ച് നമ്മളിത് ചെയ്ത് ഇവിടെ മൂടുകയാണ്. കാരണം വെച്ചാൽ ഇവിടെ ഇനി 2-3 ദിവസം ഇവിടെ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിറ്റ് കെട്ടിയിട്ട് ഇതിന് ഒരു മൂടിയൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്. 2 കമ്പിയാണ് നമ്മൾ കൊടുന്നിട്ടുള്ളത്, 8ൻ്റെ 2 കോപ്പർ. ഇനി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ സെൻറ്ററിലൊരു 1 ഇഞ്ച് പൈപ്പാണ് വരുന്നത്, 1/2 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരു ഫണലൊക്കെ വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെ ഇനി ചേമ്പർ കെട്ടിയിട്ട് തിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും ചെറിയ വീടാണെങ്കിൽ വലിയ വീട്, എർത്തിന് അങ്ങനെ ചെറുത് വലുത് എന്നുള്ള ഇതൊന്നുമില്ല. ഇലക്ട്രോണിന് ഏറ്റവും ഫാസ്റ്റായിട്ട് സഞ്ചരിക്കണമെങ്കിൽ മാക്സിമം നമ്മൾ ചെയ്യുന്ന എർത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മളെ അപകടങ്ങൾ വീട്ടിൽ കുറയുക. അതല്ല നമ്മൾ വളരെ ലൈറ്റായിട്ട് മോശമായ എർത്താണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കതിൻ്റെ ദൂഷ്യഫലങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം ആരും എർത്തിൻ്റെ കുറച്ച് കാണരുത്. ഇതുപോലെ ക്വാളിറ്റിയുള്ള എർത്തുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മിനിമം അതിനെ ട്രീറ്റ് ചെയ്യാനെങ്കിലും നോക്കുക. നമ്മളൊക്കെ ഒരു എർത്ത് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കലില്ല. അതായത് അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കിയാൽ തന്നെ നമ്മൾ പിന്നെ ഇതിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. എർത്ത് കിട്ടുന്നില്ല, എന്തെങ്കിലും സാധനങ്ങൾ നിരന്തരം അടിച്ചു പോയാൽ മാത്രമാണ് പറയുക ഞങ്ങളെ വീട്ടിൽ എർത്ത് കുറവാണ്, അതുകൊണ്ട് എർത്തൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് എർത്തിനെ കുറിച്ചുള്ള ഒരു മിനിമം ഒരു അവയർനെസ്, ഒരു ബോധവൽക്കരണമാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ മിനിമം ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം.